ഈ പെങ്ങളെ പറ്റി പറഞ്ഞപ്പം അലിന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അലിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ പോലും അലിന്റെ ശബ്ദം ഇടറുന്നുണ്ട്, കൈകൾ ഉറയ്ക്കുന്നുണ്ട്. അലിൻ ജോസ് പെരേര എന്ന വ്യക്തിയെ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കാർക്കും അറിയണമെന്നുണ്ടായിരിക്കത്തില്ല. അലിന്റെ കുടുംബം ശരിക്കും എന്താ? കുടുംബം എന്താണ്? കുടുംബം അച്ഛൻ, അമ്മ, അനിയത്തി ഉണ്ട്. അപ്പൊ അനിയത്തി എന്റെ ഫെയിം വന്നേ പിന്നെ പഠിക്കാൻ പോയി, നാട്ടിൽ നിന്ന് പഞ്ചാബിൽ പോയി. 2022 പോയി തോന്നുന്നു. പേരെന്താ? ആൻമരിയ റോസ് പെരേര. ആൻമരിയ റോസ് പെരേര നല്ല പേരാണ് കേട്ടോ. 21 വയസ്സായി. അപ്പം മെച്ചൂറാണ് പുള്ളി. ആ ഒരു വയസ്സിൽ സാധാരണ ആൾക്കാര് കൂടുതലും ഓപ്പൺ ആകൂല. പക്ഷെ നമ്മളോട് ക്യാമറക്ക് മുന്നിൽ ഇരുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നോട് മനസ്സിലായ. പക്ഷെ എൻ്റെ അടുത്ത് ഫോണിങ്ങിലാണെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ടോക്ക് ചെയ്യുന്നുണ്ട്. ഉപദേശം രീതിയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റാ പല കാര്യങ്ങളും. ഈ പെങ്ങളെ പറ്റി പറഞ്ഞപ്പം അലിന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ആങ്ങള പെങ്ങൾ ബന്ധം അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം നമ്മുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട പല കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ അവര് നമ്മളെ കാണുമ്പോൾ അറുത്ത് മറ്റേ എന്താ പറയാ അറപ്പ് വരിക, ദേഷ്യം വരിക എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ചില സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റില് കണ്ടപ്പോ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നു. അല്ല, കസിൻ സിസ്റ്റേഴ്സിന്റെ. അപ്പൊ ആ ഒരു ധൈര്യം തന്നത് അനിയത്തിയാണ് ആൻമരിയ റോസ് പെരേര. അപ്പം അനിയത്തിയെ പറ്റി പറയുമ്പം ഒരു ആങ്ങളെ എന്ന രീതിയിൽ അലിൻ ജോസ് വളരെ ഇമോഷണൽ ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. ഇപ്പം തന്നെ മുഖം നോക്കിയാൽ അറിയാം, അലിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ പോലും അലിന്റെ ശബ്ദം ഇടറുന്നുണ്ട്, കൈകൾ ഉറയ്ക്കുന്നുണ്ട്. അപ്പം അലിന്റെ പെങ്ങളെന്ന് പറയുമ്പോൾ അലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാളാണല്ലേ? അവള് പണ്ട് ചെറുപ്പത്തിൽ എടുത്ത് വളർത്തിയതല്ല, എടുത്ത് തോളത്ത് വെച്ച് നടന്നതല്ലേ. കാരണം എന്നേലും 3-4 വയസ്സ് എളുപ്പമുണ്ട്. എനിക്ക് 24, അവൾക്ക് 21. ആ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ഒന്നി പഠിക്കുമ്പോൾ മുതൽ അവളെ എടുത്തിട്ടുണ്ട് കണക്ക് പറഞ്ഞു. പിന്നെ ഒരു ബ്രദർലി സിസ്റ്റർലി ഒരു ഇതുണ്ട്, ബോണ്ടിങ് ഉണ്ട്. അപ്പം നമ്മൾ ഈ അടുത്ത് അലിനെ ഏറ്റവും കൂടുതൽ വളരെ വിഷമത്തിൽ തുള്ളിച്ചാടി നടക്കുന്ന, വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന അലിനെ നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ട് കണ്ടത് അമ്മാമ്മയുടെ ആ ഒരു മരണസമയത്തായിരുന്നു. ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ അലിന്റെ ഒരു ഇമോഷൻ എന്തായിരുന്നു? നമ്മളെ കൂടെ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് അമ്മ. എപ്പോഴാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്, ബിഗ് ബോസിൽ പോകുമോ വിളിക്കുമോ എന്ന് ഓരോ ദിവസവും ടെൻഷനായിരുന്നു നമുക്ക്. അപ്പം അതിൻ്റെ ഒരു പ്രായമായി, ആ ഒരു സമയമായി നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതൊക്കെ അറിഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വിഷമമുണ്ട് ഉള്ളിൽ. ബാക്കി കുടുംബം എങ്ങനെയാണ് അലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവർക്ക് കുഴപ്പമില്ല, സപ്പോർട്ടാണ്.